ഈശ്വരൻ്റെ ശക്തി തന്നെയാണ് നാദരൂപത്തിൽ സ്ഫുരിക്കുന്നത്. സൂര്യനിൽ പ്രഭ പോലെയും ചന്ദ്രനിൽ ചന്ദ്രിക പോലെയും പ്രപഞ്ചോത്പാദകമായ ഒരു ശക്തിവിശേഷം ഈശ്വരനിൽ അടങ്ങിയിരിക്കുന്നു. അത് പ്രളയകാലത്ത് അന്തർമുഖമായും സൃഷ്ടികാലത്ത് ബഹിർമുഖമായും പ്രസരിക്കും. ജീവികളുടെ പൂർവകർമ്മം നിമിത്തം ജഗതാകാരമായി പരിണമിക്കുവാൻ തുടങ്ങുന്ന ഈശ്വരശക്തിയുടെ പ്രഥമസ്ഫുരണത്തിന് ബിന്ദു എന്നാണ് ശൈവമതത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സത്വം, രജസ്, തമസ് ഈ 3 ഗുണങ്ങളും ചേർന്ന ആ ബിന്ദുവാണ് വ്യഷ്ടിശരീരത്തിൽ കുണ്ഡലിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബിന്ദു പ്രപഞ്ചത്തിൻ്റെ അങ്കുരമാണ്. വ്യഷ്ടിശരീരത്തിൽ ബിന്ദുരൂപമായ കുണ്ഡലിനി ശക്തി സുഷുമ്നാ നാഡിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുവാണ് യോഗശാസ്ത്രത്തിൽ ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് സ്ഥൂലം, സൂക്ഷ്മം, പരം എന്ന് 3ആയി വിഭജിക്കപ്പെടുന്നു. സ്ഥൂലാംശം ജഡമായ പ്രപഞ്ചബീജവും സൂക്ഷ്മാംശം ജഡവും ചേതനയും ചേർന്ന നാദവും പരരൂപം ചിദ്രൂപമായ പരമേശ്വരനുമാകുന്നു. ആ നാദം ശബ്ദബ്രഹ്മം എന്ന പേരിലാണ് അറിയപ്പെടുക. അത് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം കൂടിയാണ്. വ്യഷ്ടിശരീരത്തിലുള്ള മൂലാധാരത്തിൽ വായുവിൻ്റെ പ്രേരണ നിമിത്തം ആ ശബ്ദബ്രഹ്മം അഭിവ്യക്തമാകുന്നു. ജീവൻ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയണമെന്നാഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം നിമിത്തമുള്ള പ്രയത്നം കൊണ്ട് മൂലാധാരത്തിലുള്ള വായു ചലിച്ച് സർവവ്യാപകമായ ശബ്ദബ്രഹ്മത്തെ ആ ആധാരത്തിൽ സ്പന്ദിപ്പിക്കുന്നു. ആ സ്പന്ദനം സ്വകാരണമായ ബിന്ദു കുണ്ഡലിനി രൂപത്തിൽ നിസ്പന്ദമായി തീരുമ്പോൾ പരയായ വാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂലാധാരത്തിൽ നിന്നും നാഭി വരെ പോകുന്ന വായുവിനാൽ അഭിവ്യക്തമായും വിമർശരൂപവുമായ മനസ്സിനോട് ചേർന്നും ഇരിക്കുമ്പോൾ ഇത് സാമാന്യമായ സ്പന്ദനവും പ്രകാശവും കൈക്കൊണ്ട് പശ്യന്തി എന്നറിയപ്പെടുന്ന വാക്കായിത്തീരുന്നു. ആ ശബ്ദബ്രഹ്മം തന്നെ ഹൃദയം വരെ വ്യാപിച്ച വായു നിമിത്തം അഭിവ്യക്തമായി നിശ്ചയരൂപമായ ബുദ്ധിയോട് ചേരുമ്പോൾ വിശേഷ സ്പന്ദരൂപമായി മധ്യമം എന്നറിയപ്പെടുന്ന വാക്കായിത്തീരും. ആ ശബ്ദബ്രഹ്മം തന്നെ വായു വരെ എത്തുന്ന വായു നിമിത്തം കണ്ഠം മുതലായ സ്ഥാനങ്ങളിൽ അഭിവ്യക്തമായ അകാരം മുതൽ ക്ഷകാരം വരെയുള്ള വർണ്ണമാലയുടെ രൂപം കൈക്കൊണ്ട് അന്യർക്കു കൂടി കേൾക്കത്തക്ക വിധത്തിൽ വൈഖരി എന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്ന വാക്കായിത്തീരുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.